ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടീനെ കാണാൻ പോകണം കേട്ടോ. ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ രാവിലെ വേഗം പണിയൊക്കെ ഒരുക്കണം. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ പോണത്. ഉണ്ണീസ് രാവിലെ നീച്ച് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ, വെറുതെ വാശി പിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് ഇങ്ങനെ നടക്കും. പിന്നെ പ്രത്യേകിച്ച് വാശി പിടിക്കണമെന്ന് പറഞ്ഞാൽ അനുമോള് ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ കൊണ്ടുപോകണില്ലല്ലോ. രാവിലെ ഞാൻ ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയതിൽ കുറച്ച് കുറഞ്ഞു പോയിട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി പാക്കറ്റ് നമ്മൾ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചുട്ടെടുത്താൽ മതി, പെട്ടെന്ന് നമ്മളെ ചപ്പാത്തിയൊക്കെ ആയി കിട്ടും. അങ്ങനത്തെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ അത് തികഞ്ഞില്ല കേട്ടോ. അപ്പം രാവിലെ ഞാൻ ഏട്ടനോട് നമുക്ക് ഏട്ടന് പ്രത്യേകിച്ച് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കഴിക്കുന്ന നേരത്ത്. അപ്പം ഞാൻ കുറച്ചും കൂടിയും പൊടി എടുത്തിട്ട് പരത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഉണ്ണീസിനും കഴിക്കാൻ കൊടുക്കണം, അനുമോൾക്ക് കൊടുക്കണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ വീടിൻ്റെ അവിടുന്ന് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏട്ടനും കൊടുക്കണം കേട്ടോ. ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇന്ന് കുറച്ച് വൈകിട്ടാട്ടോ നീച്ചത്. ഏട്ടൻ ലീവുള്ള സമയങ്ങൾ വല്ലാണ്ട് നേരത്തെ നീക്കില്ല. അല്ലാത്ത ദിവസങ്ങളിൽ ഏട്ടന് ചോറും ചായയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് 7:15 പോകേണ്ട സമയത്താകുമ്പോൾ കുറച്ച് നേരത്തെ എണീക്കും. അപ്പം ഞാൻ പാൽപ്പൊടി കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ണീസിനെ എങ്ങനെയാ അറിയാം, പാൽപ്പൊടി വേണം കേട്ടോ. അത് ഞാൻ കഴിച്ചാൽ ഓട്ട വരും, അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാറാണ് കേട്ടോ. പാൽപ്പൊടി, ബൂസ്റ്റ് അതൊന്നും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. ഉണ്ണീസിന് ഭയങ്കര, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും എടുത്ത് കഴിക്കും. അവൾ നോക്കി എവിടെ വെച്ചെന്നൊക്കെ നോക്കിയിട്ട് എടുത്ത് കഴിക്കും കേട്ടോ. ഞാനങ്ങനെ വാങ്ങിക്കൊടുക്കാത്തൊരു സംഭവമാണ്. നമ്മൾ ബൂസ്റ്റ് ഒന്നും ഞങ്ങൾ വാങ്ങാറൊന്നുമില്ല കേട്ടോ. ഒരു കുപ്പി വാങ്ങിയിട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് ഓർമ്മയൊന്നുമില്ല. അത് സംഭവം വാങ്ങാറില്ല. പാക്കറ്റ് ആഗ്രഹം തോന്നുക വെച്ചാൽ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ചെറുതുണ്ടല്ലോ, നമ്മൾ 10 രൂപയുടെ അത് വാങ്ങും. ആഗ്രഹത്തിൽ കലക്കി എന്താ പാലിൽ വെച്ചാൽ കലക്കി കൊടുക്കും. അങ്ങനെ മാത്രം. കുപ്പി വാങ്ങണ ശീലമായാൽ അതെടുത്ത് കഴിക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ പാലിലൊന്നും കലക്കി കുടിക്കുകയാണ് പരിപാടി നോക്കുമ്പോഴേക്ക് അവർ ഫുള്ളെടുത്ത് തിന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുന്നേ ചായ കുറച്ച് കുറഞ്ഞു പോയിട്ടോ. അപ്പോൾ അനുമോൾക്ക് പോകാൻ തിരക്ക് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അനുമോൾക്ക് നേരത്തെ പോകേണ്ട ദിവസമാണെന്ന് വെച്ചാൽ പിന്നെ ഇതിലേറെ നേരത്തെ ആവില്ല. ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവൾക്ക് നേരം വഴുകി വെച്ചിട്ട്. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ ഞാൻ രാവിലത്തെ പണി എല്ലാം കഴിഞ്ഞിട്ട് വേണം ചേച്ചിയുടെ വീട്ടിൽ പോകാൻ. ചോറും കൂട്ടാനും ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ വെക്കണം കേട്ടോ. നമ്മൾ ചേച്ചിയുടെ അവിടെ പിന്നെ പ്രസവിച്ച് കിടക്കുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാറില്ല കേട്ടോ. പറഞ്ഞു പോകണില്ല വിചാരിച്ചിട്ടാണ്. പറഞ്ഞിട്ട് പോകുമ്പോൾ എന്താ പറയുക, നമ്മളെ അവർ കരുതി നമുക്ക് എന്തേലും ഭക്ഷണമൊക്കെ അവർ ബുദ്ധിമുട്ടി കുട്ടീനെ കൊണ്ടൊക്കെ ഇടങ്ങാറായിട്ട് ഉണ്ടാക്കില്ലേ. അപ്പോൾ അതിന് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് പ്രസവിച്ച് കിടക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ആ വീട്ടിലത്തെ അവസ്ഥ, ബുദ്ധിമുട്ടുണ്ടാവുക എന്നൊക്കെ. കുട്ടികൾ കരഞ്ഞിട്ടും വെറുതെ വാശി പിടിച്ചിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ അല്ലാത്തത് പക്ഷെ ഞങ്ങൾ അധികവും ഞങ്ങൾ പറയാണ്ട് തന്നെ കയറി ചെല്ലാറ് കേട്ടോ. മറ്റത് പറഞ്ഞാൽ ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ, ഇതിപ്പോൾ കുഞ്ഞി പൈതലില്ലേ ചേച്ചി, കുട്ടിയെ നോക്കണ്ടേ. അപ്പം അങ്ങനെ കുട്ടിയെ കാണാൻ പോണ സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ വേഗം ഉച്ചയായാൽ മതി എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചെക്കനെ അന്നൊരു വട്ടം തിങ്കളാഴ്ച പ്രസവിച്ചു എന്നല്ലാണ്ട് വൈകുന്നേരം വരെ നിന്നു. പക്ഷെ എന്നാലും പിന്നെ എനിക്ക് ആശുപത്രിക്ക് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പിന്നെ കുട്ടീനെ ഒന്നുകൂടി വേഗം കാണാനായിട്ടുള്ള നമുക്കുണ്ടാവില്ലേ കുട്ടികളെ വേഗം കാണാൻ പോകുമ്പോൾ, ഇന്ന് ഞാൻ പോവുകയാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വേഗം എത്തിയാൽ മതി തോന്നല്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവനെ കാണാൻ തോന്നുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ പരട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ചപ്പാത്തി പരത്തുന്ന ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം. നമുക്ക് ചപ്പാത്തി പണിയാണ് വെച്ചാൽ നമ്മൾ പിന്നെ ആകെ മേത്ത് കൂടെ ഒക്കെ ആകെ ആയി, മേലൊക്കെ ആകെ പൊടി മേത്തൊക്കെ ആവട്ടേണ്ടത്. അപ്പം ഞാൻ രാവിലെ ഒന്ന് നേരത്തെ കുളിച്ചിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഈ പണിയൊക്കെ അടുക്കളയത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഏട്ടൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാൻ. അപ്പോൾ ഏട്ടൻ്റെ ഒപ്പം കൂടൊക്കെ വെച്ചാൽ ആകെ പൊടിയും ചളിയും ഒക്കെ ആവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുവിധം ഞാൻ ഏട്ടൻ ലീവാവുന്ന സമയത്ത് ഞാനും ഏട്ടനും കൂടിയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ വീട് വെക്കുന്നതിൻ്റെ ആ പരിസരത്തൊക്കെ നേരേക്കാറ്. ഞങ്ങൾക്ക് ഒന്നിച്ച് പണി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം. ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എന്നാലും എനിക്ക് ഏട്ടനുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, നമ്മുടെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കുന്നതും അതൊക്കെ. അപ്പം അങ്ങനെ പന്നിയുടെ ശല്യം നല്ലോണം ഇട്ടിട്ട് ഞങ്ങളുടെ ഭാഗത്ത്. അതുകൊണ്ട് ഇനി അത് ഞങ്ങൾക്ക് കൂവ അതുപോലെ എന്ത് വെച്ചാലും ഞങ്ങൾക്ക് പിന്നെ അതുപോലെ പൂള വെക്കണം എന്ന് ആഗ്രഹമുണ്ട്.
വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പന്നി ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. നമ്മുടെ ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കമ്പി വേലി കെട്ടാതെ ഒരു നിവർത്തിയില്ല ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വെക്കൽ. അപ്പം എന്നാലും ഏട്ടൻ ഓരോന്നൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിക്കും കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യായിരുന്നു ഇത് ചെയ്യായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം, പന്നികളെ ശല്യം വല്ലാണ്ടല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ അതൊക്കെ കഴിഞ്ഞ് പോകണം എന്നുള്ള തിരക്കിലാണ് കേട്ടോ. അത് ഞാൻ ചായ കുടിക്കൽ കുട്ടികൾക്ക് കൊടുത്ത് ഏട്ടനും കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഏട്ടൻ്റെ ഒപ്പം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുട്ടികൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിനി എനിക്കും ഉണ്ണീസിനും അനുമോൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വേഗം ചായ കുടിക്കാൻ വന്നപ്പോൾ ഏട്ടന് ചായ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ചോറായി, കൂട്ടാനായി, ഉപ്പേരിയായി. 2 തരം ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കയ്പ്പയ്ക്ക ഉപ്പേരി ഉണ്ട്, നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ കയ്പ്പയ്ക്ക ഉപ്പേരി 2 ഉപ്പേരി എന്ന് ചോദിക്കണ്ട. കയ്പ്പയ്ക്ക ഉപ്പേരി ഏട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനത് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു കയ്പ്പയ്ക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനത്തിലൊന്ന് കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ പണിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അടുക്കളപ്പണി രാവിലെ സമയത്താണ് കഴിയുക നല്ലത്. പക്ഷെ എങ്ങനെ നോക്കിയാലും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ അല്ലേ. പിന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ചോറ് വെക്കുക പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും. അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എണ്ണ മുഖത്ത് തേക്കുന്ന ശീലമുണ്ട് കേട്ടോ എനിക്ക്. വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ എണ്ണ തന്നെയാണ് കേട്ടോ മുഖത്ത് തേക്കാനുള്ളത്. വെളിച്ചെണ്ണയല്ല, നമ്മളെ മഞ്ചുഷ്ടിയും അതുപോലെ രക്തചന്ദനത്തിൻ്റെയും. കുരുവൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുരുണ്ടാവാതെ നോക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. കണ്ണി കണ്ട ക്രീമോ പ്രൊഡക്റ്റുകളോ എടുത്ത് തേക്കിനേക്കാളും നല്ലത് ഈ ഒരു എണ്ണയൊക്കെ ഉണ്ടാക്കി തേക്കുക. നമുക്കൊരു കെമിക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ തേക്കാറുള്ളത്. കുട്ടികൾക്കും അങ്ങനെ തന്നെ കേട്ടോ തേച്ച് കൊടുക്കുക. പിന്നെ തലയിൽ ഞങ്ങൾ ആയുർവേദിക്കിൻ്റെ എണ്ണ കേട്ടോ തേക്കാറ്. മുടി കൊഴിച്ചിലിനും ഇതിനൊക്കെ സമാധാനമുണ്ട്. പക്ഷെ എന്നാലും വലിയ മുടി ഉണ്ണീസിന് മാത്രമേ ഉള്ളൂ കേട്ടോ നീളം മുടിയായിട്ടുള്ളത്, അനുമോൾക്കും. നമ്മുടെ മുടിയൊക്കെ പഴയ പറ്റ നാശമായിരുന്നു കേട്ടോ. മുടിയൊക്കെ നോട്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ മഴ വരുന്നുണ്ടോ നോക്കിയതാണ്. നല്ല മഴക്കാറ് മൂടിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തുണികളൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വെളിയാൻ വേണ്ടിയിട്ട് ചെറിയ തണുപ്പുണ്ടായിരുന്നു. പിന്നെ നല്ലോണം ഒന്ന് വെയിൽ വരുന്ന സമയത്തൊന്ന് പുറത്തേക്ക് ഇടാറാണ് കേട്ടോ. അപ്പോൾ ഒന്നിട്ടിട്ടുണ്ട്. പക്ഷെ മഴക്കാറ് മൂടിയ കാരണം എനിക്കൊരു പേടിയുണ്ട്. കുളിക്കാൻ കയറി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ തുണിയൊക്കെ നനയില്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ശബ്ദം ഞാൻ കുറച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര നമ്മൾ ഈ ഒരു ശബ്ദത്തിൻ്റെ കാരണമാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ കാരണം. നമ്മൾ ഇതൊക്കെ പറയണ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ റെക്കോർഡ് ചെയ്യാൻ കാരണം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. സൗണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ എന്തൊക്കെയോ മേട്ട സൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വീടിൻ്റെ പരിസരത്തും വീട് പണി നടക്കുന്നുണ്ടല്ലോ. അപ്പം നല്ല മഴ പെയ്തപ്പോൾ ഞാൻ ഓടിപ്പോയി എൻ്റെ തുണി നനയണ്ടെന്ന് വിചാരിച്ചിട്ട് മഴച്ചാറിൽ നല്ലൊരു ചാറ്റൽ വന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ തുണികളൊക്കെ നല്ല കൊട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ വേഗം എടുത്തിട്ട് കഴിഞ്ഞ് നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും തോരേണ്ട ആവശ്യമില്ല, നല്ല ഉണക്കം വന്നിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ എടുത്തിട്ടിട്ട് ഞാനിനി മോളുണ്ടെങ്കിൽ ഈ ഒരു പണിയൊക്കെ അവൾ ചെയ്യും കേട്ടോ. നമ്മുടെ ഉണ്ണീസ് പിന്നെ അവിടെ ഉണ്ട്. പക്ഷെ ആളെ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ യുദ്ധമാവും. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രം വരയ്ക്കുക എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പണിക്ക് അവളെ വിളിക്കുന്ന അവൾക്ക് ദേഷ്യം വരും. അല്ലാണ്ട് അവൾ ചെയ്യും കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ണി അതൊന്ന് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പണിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക വരില്ല. അപ്പം അങ്ങനെ ഞാൻ തുണിയൊക്കെ എടുത്തിട്ടൊന്ന് തോരടട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ഓടി ചെന്നതാണ്. തുണിയൊക്കെ നമുക്ക് നനഞ്ഞു കഴിഞ്ഞാൽ തോരടാൻ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ നമ്മുടെ ഓടിട്ട് വീടാണ്ട് മേലെ ഞങ്ങൾക്ക് മച്ചുണ്ട് കേട്ടോ. അപ്പം മുകളിൽ തോരടാനൊക്കെ പറ്റും. പക്ഷേ തോരട്ട് കഴിഞ്ഞാൽ എലികൾ നമ്മൾ ഓരോ സംഭവങ്ങൾ ഓരോ തുണികളായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കുറേ അബദ്ധങ്ങൾ മുകളിൽ തോരട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തോരടലില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴുത്തുണ്ട് കേട്ടോ. തൊഴുത്തിൽ ഇപ്പോൾ പശുക്കളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറേ അയലാകുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കെട്ടിയിട്ട് നമ്മളെ അയലൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. പക്ഷെ ഞാൻ തിരുമ്പി തോരടുന്നത് അപ്പം തിരുമ്പിയത് കൊണ്ടിടുള്ളൂ കേട്ടോ. ഒന്ന് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഉള്ളിലോ സൈഡിലൊക്കെ ഇടുള്ളൂ.
അല്ലാത്തതൊന്നും തൊഴുത്ത് കൊണ്ടത്തിലിടാറില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പുറപ്പെട്ടു. ഇനി ഞങ്ങൾ പോയി വരട്ടെ കേട്ടോ കുട്ടീനെ കാണാൻ. ബായ്. ഉണ്ണിക്കണ്ണനെ കാണാനാ.